ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് തനിനാടൻ കൊഞ്ച് റോസ്റ്റ് ആയിട്ടാണ്. നല്ല സൂപ്പർ ഒരു ഡിഷാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ കൊഞ്ചാണ്. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. അതിൻ്റെ ഉളുമ്പ് മണമൊക്കെ ഒന്ന് പോയി കിട്ടാൻ നല്ലതാണ്. ഞാനിവിടെ നന്നായിട്ട് തിരുമ്മി നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതൊരു വലിയ ബൗളിലോട്ട് മാറ്റാം കേട്ടോ. നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമുക്ക് 1-2 സ്പൂൺ മുളക് പൊടി. എരിവ് കൂടുതലാണെങ്കിൽ 1 സ്പൂൺ മതി കേട്ടോ. നമുക്ക് ഇനിയും ചേർക്കാനുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ സമയത്ത് നമുക്ക് നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഞാൻ രണ്ടാമത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ചേർക്കുന്നത് വിനാഗിരിയാണ്. അപ്പോൾ നമുക്കൊരു 3/4 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1 മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. റെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റുവാണെങ്കിൽ വേഗത്തിൽ നമുക്ക് ആ ഒരു മസാലയൊക്കെ പിടിച്ച് കിട്ടും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 1 മണിക്കൂർ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ഭയങ്കര ഡീപ്പായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ചെമ്മീനൊക്കെ ആകുമ്പോൾ കൊഞ്ചൊക്കെ ആകുമ്പോൾ ഒരുപാട് നേരം നമ്മളിത് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റബ്ബർ കണക്കാകും. അപ്പോൾ നമുക്കൊരു 3/4 ഭാഗം കുക്ക് ചെയ്തെടുത്താൽ മതി. ഓരോ വശം നമുക്ക് മറച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം 3/4 ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്കത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ എല്ലാ കൊഞ്ചും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നാടൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക, അതായിരിക്കും ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കതിലോട്ട് ഒരു 2 പച്ചമുളക് കീറിയതും കൂടെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് പച്ചമുളകിൻ്റെ ആവശ്യമില്ല. നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷായിരിക്കും ഇത്. ഇനി ഇതിലായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എത്ര ചേർക്കുന്നോ അത്രയും നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കതിലോട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ സവാള ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏകദേശം ഒരു ബൗൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ സവാള എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ പോരാ, നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ആവുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള ഇവിടെ നന്നായിട്ട് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത്. അതൊരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് മതി, കാരണം നമ്മൾ ആദ്യമേ മുളക് പൊടി ചേർത്തിട്ടുണ്ട് നമ്മൾ കൊഞ്ചിൽ. അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കത് കരിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ആ ഒരു മുളക് പൊടിയുടെയൊക്കെ കുത്ത് മാറണ വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 ഗ്ലാസോളം ചൂടുവെള്ളം, തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു മസാല നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ച് ചേർത്ത് കൊടുക്കേണ്ടത്.
ഗ്രേവി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ച് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. നന്നായിട്ട് നമുക്ക് ഈ കൊഞ്ചിലേക്ക് നമ്മുടെ മസാലയൊക്കെ പിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആദ്യം തന്നെ മാറ്റി വെക്കണം കേട്ടോ. അതിനുശേഷം ഒരു 5 മിനിറ്റോളം മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1/4 ഭാഗത്തോളമാണ് ഈ ഒരു കൊഞ്ച് കുക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് കുക്കായി കിട്ടും. അപ്പോൾ ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വറ്റി ഇതിലെ വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുന്ന ഭാഗമായിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 മിനിറ്റോളം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു കഷ്ണം കുടംപുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനൊക്കെ ആവുമ്പോൾ തന്നെ നമുക്ക് വയറിനൊക്കെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ നല്ലതാണ്. അപ്പോൾ അതൊരു ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 1/4 സ്പൂണോളം ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെയാണ് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം കേട്ടോ. ഇനിയും ഇതുപോലുള്ള നാടൻ വിഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.